ഹായ് ഫ്രണ്ട്സ്, നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു സ്പെഷ്യൽ ഐറ്റമാണെന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരുവിധം വീടുകളിലൊക്കെ സാധാരണ ചെയ്തു വരാറുള്ള ഒരു ഐറ്റം തന്നെയാണിത്. മഞ്ഞക്കഞ്ഞി എന്ന് പറയും, അല്ലെങ്കിൽ ചീരാകഞ്ഞി എന്ന് പറയും. ഈ സംഭവമാണെന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ജീരകം, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, തേങ്ങ, ഈ സംഭവങ്ങളാണ് എടുത്തുള്ളത്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. നമുക്ക് എങ്ങനെയായാലും ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം ഈ 3 ഐറ്റവും കൂടി മിക്സിയിലിട്ടിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കണം. നമ്മൾ കഞ്ഞി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഇവിടെ ഉണങ്ങല്ലരി, അതായത് ചെറിയ നെല്ലുത്തരി ആണ് ഉപയോഗിക്കുന്നത്. അവിടെ കഴുകിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ സാധാരണ കഞ്ഞി വെക്കാറുള്ളത് പോലെ തന്നെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, കഴുകി വെച്ചിട്ടുള്ള ഈ അരിയാണ് നമ്മൾ അതിലേക്ക് ഇട്ടത്. ഈ കഞ്ഞിയിലേക്ക് പ്രധാനമായിട്ടുള്ളൊരു ഘടകമാണ് നമ്മുടെ മഞ്ഞപ്പൊടി. കാരണം ഈ മഞ്ഞക്കഞ്ഞി എന്നുള്ള രീതി തന്നെയാണ് പല സ്ഥലങ്ങളിൽ അറിയപ്പെടുക. നമ്മൾ മഞ്ഞപ്പൊടി കഞ്ഞിയിലേക്ക് നേരിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിന് കഞ്ഞിയിൽ ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ കല്ലുപ്പാണ് ഇട്ടത്. നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ കുറച്ച് ഉപ്പ് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഏകദേശം കഞ്ഞി വെന്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി വേവായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചെടുത്തുള്ള അരവ് ഇതിൽ ചേർക്കാം. അങ്ങനെ നമ്മുടെ കഞ്ഞി വെന്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശമൊക്കെ വേവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ചെടുത്തുള്ള തേങ്ങയും ജീരകവും ഉള്ളിയൊക്കെ അരച്ചെടുത്തുള്ള അരവാണ് ഇപ്പോൾ നമ്മൾ ചേർത്തത്. ഇനിയിപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്കത് വിളമ്പാവുന്നതാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചീരാക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മഞ്ഞക്കഞ്ഞി പല പേരിൽ ഇത് അറിയപ്പെടും. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റുള്ള ഒരു സംഭവം തന്നെയാണ് ഈ ചീരാക്കഞ്ഞി. ഇത് നമ്മൾ മുത്താഴത്തിനും അതുപോലെ തന്നെ അത്താഴത്തിനൊക്കെ കഴിക്കും. ചില ആളുകൾ നോമ്പ് തുറക്കുന്ന സമയത്തും ഇത് കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഈ ചീരാക്കഞ്ഞി എന്ന് പറഞ്ഞത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.